എന്താണ് നിങ്ങൾ ആദമിന് സാഷ്ടാംഗം ചെയ്യുക എന്ന് നാം മലക്കുകളോട് പറഞ്ഞ സന്ദർഭം. അപ്പോഴവർ സാഷ്ടാംഗം പ്രകടിപ്പിച്ചു, മലക്കുകൾ, ഇബ്ലീസ് ഒഴികെ. അപ്പൊ ഇബ്ലീസ് എന്താ പറഞ്ഞത്? നീ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയവന് ഞാൻ സാഷ്ടാംഗം ചെയ്യുകയോ? സുബ്ഹാനല്ലാഹ്. അല്ലേ, നീ മണ്ണെന്ന് ഉണ്ടാക്കിയ ഒരു സാധനത്തിന് ഞാൻ സാഷ്ടാംഗം ചെയ്യാനോ? ഞാൻ ചെയ്യൂല. അപ്പം ഇബ്ലീസിന്റെ മനസ്സിലുള്ള ആ ഒരു കാര്യം, കാരണം നമ്മൾ ഇതിന് മുമ്പുള്ള ഒരു ആയത്തിൽ പറഞ്ഞിരുന്നു അല്ലെ, അള്ളാഹ്ക്ക് അറിയാം, ഇനി അലമു മാ തുബ്ദൂന വമാ കുന്തും തക്തുമൂൻ, നിങ്ങൾ മറച്ചു വെച്ചതും നിങ്ങൾ പുറത്തു പറയുന്നതും എനിക്കറിയാമെന്ന് അള്ളാഹ് പറഞ്ഞിരുന്നു. ഇബ്ലീസിന്റെ മനസ്സിൽ ഇന്നൊരു കാര്യം ഉണ്ടെന്ന് അള്ളാഹ്ക്ക് അറിയായിരുന്നു. അള്ളാഹ് പരീക്ഷണം കൊണ്ട് കൊണ്ടുവന്നു, അത് പുറത്തു വന്നു. നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ഹൃദയത്തിന്റെ അകത്തും പുറത്തുമുള്ളത് വേറെയാണെങ്കിൽ എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പുറത്തു കൊണ്ടുവരും. അപ്പൊ നമുക്ക് അള്ളാഹ്ക്ക് അതിന്റെ ഉള്ളിലുള്ളത് അറിയാന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളുടെ ഉള്ളിൽ നമ്മൾ ക്ലീൻ ആക്കി തുടങ്ങിയാൽ അത്രയും നല്ലത്. സുബ്ഹാനല്ലാഹ്. വേറൊരു ആയത്തില്, സൂറത്ത് അറാഫില് 12-ാമത്തെ ആയത്തില്, ഖാല അന ഖൈറും മിൻഹു ഖലഖ്തനി മിൻ നാർ വഖലഖ്തഹു മിൻ ത്വീൻ. അപ്പം അവൻ പറഞ്ഞു, ഞാനാണ് അവനേക്കാൾ മെച്ചം. ഇബ്ലീസ് പറയാണ്, അന ഖൈറും മിൻഹു, ഞാനാണ് അവനേക്കാൾ മെച്ചം. ഖലഖ്തനി മിൻ നാർ, നീ എന്നെ തീയിൽ നിന്നാണ് സൃഷ്ടിച്ചത്. വഖലഖ്തഹു മിൻ ത്വീൻ, അവനെ നീ മണ്ണിൽ നിന്നും, ആദമിനെ. കാരണം ഞാൻ അവനേക്കാൾ ബെറ്റർ ആണ്. എന്നെ തീയിൽ നിന്ന് സൃഷ്ടിച്ചു, നീ അവനെ ചെളിയിൽ നിന്നാണ് അല്ലെ. എന്തുകൊണ്ടും തീയിനേക്കാളും ശ്രേഷ്ഠമല്ല ചെളി, തീയാണ് ബെറ്റർ. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ഞാനാണ് അവനേക്കാൾ അവളേക്കാൾ ബെറ്റർ, അല്ലെങ്കിൽ ഞാൻ ആളൊരു അടിപൊളി, ഓൾ എന്താ ഇങ്ങനെ, അല്ലെ ഓൻ എന്താ ഇങ്ങനെ എന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അടിപൊളിയാണ് അവരെന്താ എങ്ങനെ എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അത് ഇബ്ലീസിൽ നിന്നുള്ളതാണ്. അതിന് എന്ത് കാരണം കൊണ്ടായിക്കോട്ടെ, പവർ ആയിക്കോട്ടെ, പൈസ ആയിക്കോട്ടെ, സ്റ്റേറ്റസ് ആയിക്കോട്ടെ, ഇൽമ ആയിക്കോട്ടെ, ബാദത്ത് ആയിക്കോട്ടെ, ഞാൻ ഭയങ്കര ബാദത്താന്ന് തോന്നിക്കഴിഞ്ഞാലും അത് ഇബ്ലീസിൽ നിന്നുള്ളതാണ്. ഓ, എന്റെ വീട് കണ്ടോ എന്ത് വൃത്തിയാ, എന്റെ ഹാർഡ് വർക്കാണ് അല്ലേ, നമുക്ക് തോന്നാറില്ല. സുബ്ഹാനല്ലാഹ്. എന്റെ കുടുംബം കണ്ടോ എന്തൊരു സ്നേഹം, എന്തൊരു സന്തോഷം, എന്തൊരു യുണൈറ്റഡ് ആയിട്ടുള്ള ഫാമിലി, എന്റെ ക്ഷമയാണ്, ഞാൻ അങ്ങനെ നിന്നതുകൊണ്ടാണ് അല്ലേ, പറയാറില്ലേ നമ്മള്. എന്റെ ബിസിനസ് കണ്ടോ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് മുമ്പോകുന്ന എന്റെ കഴിവാണ്, എന്റെ ഹാർഡ് വർക്കാണ്. ഒന്നുമല്ല, എല്ലാം അള്ളാഹു സുബ്ഹാനഹു തആലയുടെ തൗഫീഖാണ്. അള്ളാഹു തടഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ക്ഷമ കാണിച്ചിട്ട് നമ്മൾ കാണിച്ചാലും ആ പറഞ്ഞ ഫാമിലി വേണമെങ്കിൽ സ്പ്ലിറ്റ് ആയി പോവാം. ഇത്ര സ്കില്ലുണ്ടെങ്കിലും ബിസിനസ് പൊളിഞ്ഞു പോവാം. എത്ര ഹാർഡ് വർക്ക് ചെയ്താലും വീട് വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ വൃത്തികേട് ഉണ്ടാവാം അല്ലേ. ഇനി എത്ര ഇബാദത്ത് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മൾ അവിടെ നിന്ന് തിരിക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഡയലോഗ് അടിക്കാൻ പറ്റൂല. എല്ലാം അള്ളാഹുവിന്റെ തൗഫീഖാണ്. പക്ഷെ നമ്മള് ഞാൻ നല്ലതാണ്, എനിക്കറിയാം, എനിക്ക് തെറ്റ് പറ്റാറില്ല, ഞാനാണ് ടോപ്പ്, എനിക്കാണ് ബുദ്ധി, ഞാൻ ആളുകളോടൊക്കെ നല്ല രീതിയിലാണ് ഡീൽ ചെയ്യുക, ഞാൻ ആളുകളോടൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ട് ഡീൽ ചെയ്യുക, ഞാൻ എല്ലാവരെയും സഹായിക്കും, ഞാൻ അങ്ങനെ, ഞാൻ ഇങ്ങനെ, എനിക്ക് ഭയങ്കര ക്ഷമയാണ്. അന 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 അല്ലേ. ഈ അന എന്ന് പറയുന്നത് ആരുടെ സ്വഭാവമാണ്? ഇബ്ലീസിന്റെ. ആരാണ് ആദരവുള്ള ആള്? ആദം അലൈഹിസ്സലാം. ആദം അലൈഹിസ്സലാം ഇതൊക്കെ കണ്ടുകൊണ്ട് അവിടെ നിശബ്ദമായിട്ട് സ്വന്തം ക്വാളിറ്റി ഒക്കെ കാണിച്ചില്ലേ, ബുദ്ധിയും ഇൽമും ഒക്കെ കാണിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് അതുപോലെ അനുസരിച്ചിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മള് അള്ളാഹു സുബ്ഹാനഹു തആല അതുപോലെ അത്രയും ഓണറബിൾ ആയിട്ടുള്ള, അത്രയും ആദരവ് കാണിക്കുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റമാണ്, അത്രയും എൽമുള്ളവരുടെ നേച്ചറാണ് എന്ത്, ആദരവ് കാണിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരിക്കലും അഹങ്കാരം കാണിക്കാതെ രീതിയിലെ എൽമുള്ളവര് പെരുമാറുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു തആല അതാണ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ അള്ളാഹു